വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജ്യൂലേനിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 6th സ്റ്റാൻഡേർഡിൻ്റെ 2024 ആനുവൽ എക്സാമിൻ്റെ ഹിന്ദി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഹിന്ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നും അതിൻ്റെ ആൻസറുകൾ എന്തൊക്കെയാണ് വരിക എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതേ ഒരു മോഡലിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വർഷവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. 6ഓളം പ്രവർത്തനങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായും നമ്മൾ ചെയ്യണം. 2 മുതൽ 6 വരെയുള്ളതിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണം എഴുതുക. അങ്ങനെ ടോട്ടൽ ഒരു 5 എണ്ണത്തിന് നമ്മൾ ആൻസർ ചെയ്യുക. 5 പ്രവർത്തനം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. പുറത്തുനിന്നുള്ള ഒരു ഭാഗമായിരിക്കും, നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ളതാവില്ല വരിക. ഏതെങ്കിലും തന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഗതിവിധി 1 ഖണ്ഡ് പഠേം അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. किसी तालाब में एक मेंढक रहता था. उसके दांत हमेशा गंदे और काले रहते थे. वह मक्खियाँ बहुत खाता था, शायद इसीलिए. वह चॉकलेट भी खाता था. उसे 2-4 चॉकलेट के बीच 2-4 मक्खियाँ रखकर खाना पसंद था. वह इसे मक्खी സാൻഡ്വിച്ച് कहता था. ഇവിടെ ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്, മക്കിയാം എന്ന് പറഞ്ഞാൽ ഈച്ചകളാണ് എന്നുള്ള മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഒരു മേണ്ടക്ക് ഒരു കുളത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു, അവനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗത്തായിട്ട് അതിൻ്റെ ഉത്തരം ഉണ്ടാകും. ക്വസ്റ്റ്യൻസ് വരുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ പാരഗ്രാഫിൽ എവിടെയാണെന്ന് നോക്കുക, എന്നിട്ട് ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മേണ്ടക് കഹി രഹത്താ ഥാ. മേണ്ടക് എവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരം വരുന്നത് താലാബുമേം, 3ാമത്തെ ഓപ്ഷനാണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മേണ്ടക് കെ ദാന്ത് കൈസേ രഹത്തേ ഥേ. ആ മേണ്ടക്കിൻ്റെ പല്ല് എങ്ങനെയുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ലാസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്. ഗന്ധേ ഔർ കാലേ എന്ന് പറയുന്നതാണ് ആൻസർ. അപ്പോൾ അത് ആ പാരഗ്രാഫിലുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. നെക്സ്റ്റ് വൺ. മേണ്ടക് കോ ക്യാ പസന്ത് ഥാ. മേണ്ടക്കിന് എന്തായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. മക്കി സാൻഡ്വിച്ച്. ലാസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. ഇവിടെ മേണ്ടക്ക് എന്ന് പറഞ്ഞത് ആരായിരുന്നു? തവളയാണല്ലേ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് അർത്ഥം പറയാണ്ടിരുന്നത്. മേണ്ടക്ക് തവളയാണ് കേട്ടോ. നെക്സ്റ്റ്. മേണ്ടക്ക് ചോക്ലേറ്റ് കെ ബീച്ച് ക്യാ രഖ്കർ ഖാത്താ ഥാ. മേണ്ടക്ക് ചോക്ലേറ്റിൻ്റെ ഇടയ്ക്ക് എന്ത് വെച്ചിട്ടാണ് കഴിച്ചിരുന്നത്? സാൻഡ്വിച്ചാന്ന് പറഞ്ഞ് കഴിച്ചല്ലോ അല്ലേ. മേണ്ടക്ക് ചോക്ലേറ്റിൻ്റെ ഇടയിൽ എന്ത് വെച്ചിട്ടാണ് കഴിച്ചത്? മേണ്ടക്ക് തവള. ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ മക്കിയാം, ഈച്ചകളെ വെച്ചിട്ടാണ് കഴിച്ചത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. 4 സെൻറ്റൻസ് ഉണ്ട്, അതിൽ 4ൽ 1 മാത്രമേ ശരിയുള്ളൂ. ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ. മേണ്ടക്ക് ചോക്ലേറ്റ് ഖാത്താ ഥാ. തവള ചോക്ലേറ്റ് കഴിച്ചിരുന്നു. അപ്പോൾ ഇതേപോലെ പുറത്തു നിന്നും ഒരു പാരഗ്രാഫ് കഥയോ കവിതയോ എന്തെങ്കിലും തന്നിട്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചേക്കും. അപ്പോൾ പാരഗ്രാഫ് നോക്കി വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതണം. നിർബന്ധമായും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് പ്രവർത്തനം 1. ഗതിവിധി 2, 2ാമത്തെ പ്രവർത്തനം. ജമീൻ കോ ജാദു ആത്താ ഹേ എന്ന് പറയുന്ന കവിതാവരി തന്നിട്ടുണ്ട്. ചോദ്യത്തിന് ഉത്തരങ്ങൾ താഴെ നോക്കി എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കവിതാംശമേ ഭൂമി കേലിയെ കിസ് ശബ്ദ കാ പ്രയോഗ ഹുവാ ഹേ. ഈ കവിതാഭാഗത്ത് ഭൂമി എന്നർത്ഥം വരുന്ന മറ്റൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്കറിയാം, ഇവിടുത്തെ 3ാമത്തെ ഓപ്ഷനായ ജമീൻ എന്ന് പറയുന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. 3rd ഓപ്ഷനാണ് ഭൂമി എന്നതിൻ്റെ മറ്റൊരു അർത്ഥമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിമ്നലിഖിത് ആശയ് വാലി പങ്ക്തി ചുൻകർ ലിഖേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന ആശയമുള്ള വരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു ആശയം തന്നിട്ടുണ്ട്. എന്താ ആശയം? അമ്രൂദ് കെ ബീജ് ബോനേസെ അമ്രൂദ് മിൽത്താ ഹേ. പേരയ്ക്കയുടെ വിത്ത് വിതച്ചിട്ട് പേരയ്ക്ക കിട്ടുന്നു. അതേ അർത്ഥം വരുന്ന വരികൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഈ കവിതാഭാഗത്ത് ഈ അമ്രൂദ് എന്നൊക്കെ പറയുന്ന വരി എവിടെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് കണ്ടാൽ മനസ്സിലാകും. 4ാമത്തെ വരി. അഗർ അമ്രൂദ് ബീജൂമേ തോ യേ അമ്രൂദ് ദേത്തി ഹേ. ആ വരി എടുത്ത് എഴുതി വെച്ചാൽ ഇവിടെ
മാർക്ക് ഉത്തരം ശരിയാകും. ഇതേപോലെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഈ വരുന്ന പരീക്ഷയിലും ഇതേ മോഡൽ വേറെ ഏതെങ്കിലും കവിത ഭാഗം തന്നിട്ട് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഭാഗം നോക്കി ആ വരികൾ കണ്ടുപിടിച്ച് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിതാംശിക ആശയിരിക്കും. ഇവിടെ കണ്ടോ കട്ടിയായിട്ടൊരു വാക്ക് കൊടുത്തിരിക്കുന്ന ആശയ്. ഈ കവിതാ വരികളുടെ ആശയം എഴുതുക. മലയാളത്തിൽ എഴുതാനല്ല, ഇത് ഹിന്ദിയിൽ ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് സെൻറ്റൻസ് ആക്കി നമ്മൾ ഇപ്പോൾ ഈ കവിതയായി കിടക്കുന്നതിനെ അതിൻ്റെ ആശയമാക്കി എഴുതുക. അപ്പം പ്രസ്തുത പങ്ക്തിയാം ജമീൻ കോ ജാദു ആതാ ഹെ കവിതാ സെ ലീ ഗയി ഹെ എന്ന് പറഞ്ഞ് തുടങ്ങാം. തന്നിരിക്കുന്ന വരികൾ ജമീൻ കോ ജാദു ആതാ ഹെ എന്ന് പറയുന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇസ് കവിതാമേ കവി ജമീൻ കെ ബാരെ മേ കഹത്തെ ഹെ. ഈ കവിതയിൽ കവി മണ്ണിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ജമീൻ മേ ജാദു ആതാ ഹെ, മണ്ണിനെ മാജിക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് ഈ വരികളെ നമ്മൾ സെൻറ്റൻസ് ആക്കിയെങ്കിലും മാറ്റി ഫുള്ളായിട്ടും എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആശയമായിട്ട് അങ്ങനെയാണ് നമ്മൾ ആശയം എഴുതുക. നെക്സ്റ്റ്, ഗതിവിധി 3 മാർച്ച് ലേഖക യഹാംശ് പഠേം ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖേ. മാർച്ച് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ഭാഗം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കിസ്കെ ഹാത്ത് ആക്കർ ആംഖോം പർ പൽക്കെ ഖീഞ്ച് ജാത്തെ. ആരുടെ കൈ വന്നിട്ടാണ് കണ്ണുകളെ തഴുകിയതെന്ന് ഇവിടെ പറയുന്നത്? സെക്കൻഡ് ഓപ്ഷൻ നീന്ത് കെ ഹാത്ത്, ഉറക്കമാകുന്ന ഉറക്കത്തിൻ്റെ കൈകളാണല്ലേ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂചനാओं की सहायता से मार्च ലേഖക പരിചയ ദേത്തെ ഹുയെ അപ്പിനെ മിത്ര കോ പത്ര ലിഖേ. സൂചനകളുടെ സഹായത്താൽ മാർച്ച് എന്ന ലേഖനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കൂട്ടുകാരനൊരു ലെറ്റർ എഴുതാനാണ്, കത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലെറ്ററിൻ്റെ മോഡലിൽ നിങ്ങൾ സ്ഥലം കൊടുത്തിട്ടുണ്ടാവണം, ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവണം, അതുപോലെ തന്നെ പ്രിയ മിത്ര എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അവരുടെ വിശേഷങ്ങൾ തിരക്കിയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തെക്കുറിച്ച് എഴുതണം. മാർച്ച് എന്നൊരു പാഠം ഞാൻ പഠിച്ചു, അപ്പോൾ അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൂട്ടുകാരനോട് പറയുന്ന രീതിയിലാണ് കത്തെഴുതേണ്ടത്. ഇവിടെ സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. ഹാത്തോമേം കിതാബേം അവർ ആങ്കോമേം നീന്തേ, കയ്യിൽ പുസ്തകവും കണ്ണിൽ ഉറക്കവും. പരീക്ഷാക്കാ സമയം, പരീക്ഷയുടെ സമയമാണ് മാർച്ച്. ഗർമേം ഗുസ്തി നീം കി ടഹനിയാം, കിതാബ് പർ ഗിർത്തി പീലി പത്തി. അപ്പം ആ മാർച്ച് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ എന്തൊക്കെയാണോ മാർച്ച് മാസത്തിൻ്റെ പ്രത്യേകതയായി പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂട്ടുകാരനൊരു കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഗതിവിധി 4 ഖണ്ഡ് പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തരലിക്കും. പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ നമ്മുടെ ബന്ദറിൻ്റെ ബക്കരീൻ്റെ ബില്ലിൻ്റെ ഒക്കെ ഒരു ചിത്രകഥ ഉണ്ടായിരുന്നില്ലേ, അതിലെ ചോദ്യമാണ് വന്നിട്ടുള്ളത്. സബ്നെ മിൽക്കർ കിസ്കോ ബച്ചായ, എല്ലാവരും ചേർന്ന് ആരെയാണ് രക്ഷിച്ചത്? നമുക്കറിയാം ബാദൽ കോ, ആരെയാണ്? മേഘത്തെയാണ് രക്ഷിച്ചത് അല്ലേ. പാനി ജീവൻ കാ ആധാർ ഹേ, ഇസ് ആശയ പർ ഏക് പോസ്റ്റർ തയ്യാർ കരേം. ജലം ജീവൻ്റെ അടിസ്ഥാനമാണ്, ഈ ആശയത്തെക്കുറിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ മനോഹരമായിട്ടുണ്ടാവണം. ഈ തന്നിരിക്കുന്ന പോയിൻ്റ് അതിലേക്ക് എഴുതിയിട്ടുണ്ടാവണം. എക്സ്ട്രാ പോയിൻ്റുകൾ അറിയാമെങ്കിൽ അതും ചേർക്കണം. വളരെ ആകർഷകവും മനോഹരവുമായിരിക്കണം. ജലത്തെക്കുറിച്ചുള്ള പോസ്റ്ററുകൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 1-2 എണ്ണം ഇവിടെ പറയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ നമ്മൾ കൊടുക്കുക, അതോടൊപ്പം ഇതേപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ തരുന്ന പോസ്റ്റർ ഏതിനെക്കുറിച്ചാണോ അതിനെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പാഠഭാഗത്തിൽ പല വിഷയങ്ങളെക്കുറിച്ചും പോസ്റ്റർ തയ്യാറാക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്ററുകളൊക്കെ നോക്കി വെച്ചേക്കുക. അടുത്ത പ്രവർത്തനം ഒരു പദപ്രശ്നം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഈ ചിത്രത്തിൽ കാണുന്ന സാധനങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. അത് അവയ്ക്ക് അനുസൃതമായ കളങ്ങളിൽ എടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന പിക്ചറിൽ 4 എന്നത് താഴേക്ക് എഴുതാനുള്ളതായിട്ടാണ് ചിത്രം കൊടുത്തിട്ടുള്ളത്. അപ്പം 4ലെ ചിത്രം എന്താണ്? ബൂട്ട ആണ് അല്ലേ, ഒരു വൃദ്ധനാണ്. അപ്പോൾ 4 എന്നുള്ള കളത്തിൽ നിന്ന് താഴേക്ക് എഴുതുക ബൂട്ട. 2 കളമാണ് കൊടുത്തിട്ടുള്ളത്, 2 അക്ഷരത്തിനുള്ള സ്ഥലം അവിടെയുണ്ട്. നെക്സ്റ്റ് 2 എന്ന പിക്ചറിൽ താഴേക്കാണ് ആരോ മാർക്ക് കിടക്കുന്നത്. അപ്പോൾ താഴോട്ടേക്കാണ് നമ്മൾ എഴുതേണ്ടത്. മത്സ്യമാണ്. മത്സ്യത്തിന് എന്താണ് പറയുന്നത്? മച്ചിലി എന്നാണ്. ഇപ്പോൾ ഈ ബോക്സിലുള്ളതിൽ 3ാമത്തെ വാക്കാണ് മച്ചിലി എന്നുള്ളത്. അപ്പം അത് 2 എന്ന് പറയുന്ന ആ കളത്തിന് താഴേക്ക് 3 അക്ഷരമായിട്ട് മ ച ലി എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഒരു ഫ്രൂട്ടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ്?
പേരയ്ക്കയാണല്ലേ, അമ്രൂദാണ്. അപ്പോൾ നമ്മുടെ ബോക്സിൽ കൊടുത്തതിൽ ലാസ്റ്റ് വാക്കാണ് അമ്രൂദ്. അപ്പം 1 എന്ന കളത്തിൽ 4 കളങ്ങളുണ്ട്, ഒന്നെന്നുള്ളതിന് വലത് ഭാഗത്തേക്ക്. അപ്പം 4 ആ മ രു ദ് അങ്ങനെ എഴുതുക. നെക്സ്റ്റ് പിക്ചറിലെ ഒരു നാരങ്ങയുടെ ചിത്രമാണ്. റൈറ്റ് സൈഡിലേക്കാണ് ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത്. നീമ്പു എന്നാണ് നാരങ്ങയ്ക്ക് പറയുക. ഫസ്റ്റ് വേർഡ് തന്നെയാണ്. അപ്പോൾ 3 എന്ന കളത്തിന് നേരെ നീമ്പു, ഒന്നിൽ നീന്നും അടുത്തതിൽ ബൂന്നും എഴുതുക. പിന്നെ വരുന്ന പിക്ചർ എന്താണ്? ഒരു പൂമൊട്ടാണ്. പൂമൊട്ടിന് 5 ആണ്. 5 കലി, അതും റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള ജീവജാലങ്ങളുടെ സാധനങ്ങളുടെയും പേരുകൾ നിർബന്ധമായും പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഇതുപോലെ പദപ്രശ്നം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നോക്കൂ, 6ാമത്തെ പ്രവർത്തനമായി ഇവിടെ തന്നിട്ടുള്ളത് കവിതാഭാഗമാണ്. നമ്മുടെ പാഠപുസ്തകത്തിലുള്ള കവിതയല്ല തന്നിട്ടുള്ളത്. അപ്പം ഇത് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഫസ്റ്റ് കേരൾ കണ്ടോ, കേരൾ കെ കേലെ, കേരൾ കാ പാനി, കേരൾ കി നാവേ ലംബി പുരാനി, കേരൾ കെ ഹാത്തി, കേരൾ കെ ചാവൽ, കേരൾ കി നദിയാം, കേരൾ കെ ബാദൽ. ചോദ്യം ഇതാണ്, കവിത കിസ് ജഗഹ് കെ ബാരെ മേ ഹെ. ഈ കവിത ഏത് സ്ഥലത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത്? നമുക്കറിയാം, കേരളത്തെക്കുറിച്ചാണ്. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി ഇതിൻ്റെ അടുത്ത 2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. കവിത കേലിയെ ഏക്ക് ശീർഷക് ദേ. ഈ കവിതയ്ക്ക് അനുയോജ്യമായ ഒരു ഹെഡിങ് കൊടുക്കുക. നമുക്കറിയാം, നമുക്ക് സിമ്പിളായിട്ട് ഒരു ശീർഷക് കൊടുക്കാനായിട്ട് സാധിക്കും, കേരൾ അല്ലേ. തന്നിരിക്കുന്ന കവിതാഭാഗത്തിന് അനുയോജ്യമായൊരു ഹെഡിങ് ആവണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ സുന്ദർ കേരൾ എന്നോ കേരൾ കി രഥാന്നോ എന്ത് വേണേലും കൊടുക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സഹി മിലാൻ കരെ, മാച്ച് ദി ഫോളോയിങ് ആണ്, ചേരുംപടി ചേർക്കുക. അപ്പം കേരൾ കാ, കേരൾ കെ, കേരൾ കി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ അടുത്തായിട്ട് ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ കവിതാഭാഗത്തിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ കേരൾ കാ, അതിന് ചേരുന്നത് ഏതാണ്? 3ാമത്തെ പാനി എന്നുള്ളതാണ്. കേരൾ കാ പാനി. പിന്നത്തതോ കേരൾ കെ, കേലെ 1ാമത്തെ വാക്ക്. കേരൾ കി നാവേം. അപ്പം ഇതേ മോഡൽ, ഇതേപോലെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ ശ്രദ്ധാപൂർവം ഉത്തരം എഴുതുക. അപ്പോൾ തുടർന്ന് നമ്മളിതിൻ്റെ ആൻസർ കീയും അതുപോലെ വെക്കേഷനിൽ നമ്മുടെ ഗ്രാമർ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇനി അടുത്ത അധ്യയന വർഷത്തിലെ പാഠഭാഗങ്ങളൊക്കെയായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക് യു.